എല്ലാവർക്കും നമസ്കാരം. ഇപ്പം അടുത്ത കാലത്തായിട്ട് എനിക്ക് തോന്നിയിട്ടൊരു കാര്യമാണ്, നമ്മുടെ മലയാളികൾക്ക് നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കാൻ അറിയില്ല എന്നുള്ളതാണ്. ഭക്ഷണം കഴിക്കാൻ അറിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ കൈകൊണ്ട് വാരി തിന്നാൻ അറിയില്ല എന്നുള്ളതല്ല കേട്ടോ. നല്ല ഒരു ആഹാരശീലം ജീവിതത്തിൽ കണ്ടെത്താൻ അറിയില്ല, കണ്ടെത്താൻ കഴിയാറില്ല, കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇന്ന് പല അസുഖങ്ങളും മലയാളിയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത് അവരുടെ മോശമായിട്ടുള്ള ജീവിത രീതി കൊണ്ടാണ്. മോശമായിട്ടുള്ള ആഹാരശീലങ്ങളിലൂടെയാണ് പലപ്പോഴും അസുഖങ്ങൾ വന്നിട്ടുള്ളത്. പ്രഷർ ആയിക്കോട്ടെ, ഷുഗർ ആയിക്കോട്ടെ, കൊളസ്ട്രോൾ ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള ജീവിതശൈലി രോഗങ്ങളൊക്കെ തിങ്ങി നിറഞ്ഞു കിടക്കുന്ന ഒരു ഇടമായിട്ട് നമ്മുടെ കേരളം മാറിയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ആഹാരശീലത്തിന്റെ പ്രശ്നമാണ്. നല്ല ഭക്ഷണം നോക്കിയിട്ട് കഴിക്കുന്ന ആളുകളല്ല നമ്മൾ. രുചിക്കൂട്ടുകളിലേക്കും നിറക്കൂട്ടുകളിലേക്കും വഴിതെറ്റിപ്പോയ ഒരു തലമുറയാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതായത് അവനവൻ്റെ വീട്ടിൽ നിന്ന് നല്ല ഫുഡുകൾ ഉണ്ടാക്കാൻ, അത് ഉണ്ടാക്കി കഴിച്ചുകൊണ്ട് നല്ല ആരോഗ്യം ഉണ്ടാക്കണമെന്ന ബോധം പലപ്പോഴും ഇന്ന് മലയാളിക്കില്ല. പലപ്പോഴും ഫുഡുകൾ നമ്മൾ കൂടുതലും പുറത്തുനിന്ന് കഴിക്കുന്നു. പുറത്തുനിന്ന് കഴിക്കുന്നത് മോശമായ കാര്യമൊന്നുമല്ല, ഇനി കഴിക്കുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. അത് നമ്മുടെ ശരീരത്തിന് ഒരു ഗുണവും ഇല്ലാതെ ആ സമയത്തെ ഒരു സംതൃപ്തിക്ക് വേണ്ടിയിട്ട് നമുക്ക് ടേസ്റ്റ് കിട്ടുന്ന നല്ല ഫുഡുകൾ കഴിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതുപോലെ തന്നെ പണ്ടുണ്ടായിരുന്ന നല്ല ഓർഗാനിക് ആയിട്ടുള്ള പലതും ഇന്ന് നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ്. ചക്കയും മാങ്ങയും ചേമ്പും കാമ്പും ഒന്നും ഇപ്പൊ കിട്ടാനില്ല. ഇനി കിട്ടിയാൽ തന്നെ നല്ലത് കിട്ടാനില്ല. ഇനി അഥവാ നമുക്ക് നല്ലത് കിട്ടിയാലും അത് കഴിക്കാനുള്ള മാനസികാവസ്ഥയും മലയാളിക്കില്ല എന്നുള്ളത് വളരെ സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ പോയി കഴിഞ്ഞാലാണ് നമുക്ക് ശരിക്കും അതിൻ്റെ എഫക്റ്റ് എത്രത്തോളം വലുതാണ് എന്ന് നമുക്ക് കാണാൻ പറ്റുക. ഒന്നാമത് വലിച്ചു വാരി കഴിക്കുന്നുണ്ട്, നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കുന്നവരാണ്. നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഭക്ഷണങ്ങൾ മാത്രമല്ല നമ്മൾ കഴിക്കുന്നത്, കണ്ടമാനം വാരി വലിച്ചു തിന്നുകയാണ്. എന്തിനാണ് ഇത്ര കഴിക്കുന്നത് ചോദിച്ചാൽ എനിക്ക് വലിയ പിടിയൊന്നുമില്ല. ഇങ്ങനെ കഴിക്കണം എന്നുള്ളത്, അത് കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം അതാണോ എന്നറിയില്ല. അതുപോലെ തന്നെ ആ കഴിക്കുന്നത് തന്നെ നമുക്ക് അത്ര നല്ലതല്ല എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഈ നോൺ ഐറ്റംസ് ഒക്കെ കഴിക്കുന്നു. നോണൊക്കെ എങ്ങനെയാണ് കഴിക്കേണ്ടത്? ഒന്നോ രണ്ടോ പീസാണ് നമ്മൾ കഴിക്കേണ്ടത്, അല്ലെ? കുറച്ച് മാത്രം കഴിച്ചാൽ മതി. അപ്പോൾ കൂടുതൽ കഴിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്, അല്ലെ? ഈ തോരനായാലും മറ്റ് വെജിറ്റബിൾസ്, പച്ചക്കറികളായാലും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് ഒരു പക്ഷെ നമ്മൾ കൂടുതൽ കഴിക്കേണ്ടത്. അത് നമ്മൾ വളരെ കുറച്ച് മാത്രമേ കഴിക്കാറുള്ളൂ. അപ്പോൾ നമ്മുടെ ആഹാരശീലം വളരെ മോശമാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ സമയം തെറ്റികൾ. നമുക്കിപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ടെക്നോളജിയൊക്കെ വളർന്ന് പന്തലിച്ചപ്പോൾ, ഇതിൻ്റെയൊക്കെ പിന്നാലെ ഓടാൻ തുടങ്ങിയപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാൻ പോലും നമ്മൾ മറന്നു പോകുന്നു എന്നുള്ളതാണ്. രാത്രിയൊക്കെ 11 മണിക്കും 12 മണിക്കൊക്കെയാണ് രാത്രി ഭക്ഷണമൊക്കെ. കുറേ സമയം ഈ ഫോണൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ നോക്കിയിരിക്കും. അപ്പോൾ ഈ ഭക്ഷണം കഴിക്കാൻ പോലും നമ്മൾ കൃത്യമായ ഒരു സമയം കണ്ടെത്തുന്നില്ല. ഓരോ നേരവും വ്യത്യസ്തമായ സമയങ്ങളിൽ കഴിക്കുന്നു. ഇതൊക്കെ വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ആരോഗ്യം വേണമെങ്കിൽ നമ്മുടെ നല്ല ആഹാരശീലം നമ്മൾ തുടർന്നേ പറ്റൂ. രാവിലെ ആയാലും ഉച്ചയ്ക്കായാലും വൈകുന്നേരം രാത്രി ആയി കഴിഞ്ഞാലും നമ്മൾ എന്തെല്ലാം ഭക്ഷണങ്ങൾ കഴിക്കണം, അതൊക്കെ നമ്മുടെ ശരീരത്തിന് എങ്ങനെയൊക്കെ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ബോധം കൃത്യമായിട്ട് നമുക്ക് ഉണ്ടായിരിക്കണം. അതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ സമയമായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ ശരീരത്തിൻ്റെ ഒന്ന് വെയിറ്റ് കൂടുന്ന സമയത്ത്, ശരീരം ഒന്ന് ടയേർഡായ സമയത്ത്, വൈറ്റമിൻസ് കുറയുന്ന സമയത്ത് നമുക്കത് കൃത്യമായി മനസ്സിലാക്കാനും അതിനനുസരിച്ചിട്ട് നമ്മുടെ ഫുഡ് കൺട്രോൾ ചെയ്യാനും ബാലൻസ് ചെയ്യുവാനും ശ്രമിച്ചില്ലെങ്കിൽ ചെറിയ പ്രായത്തിൽ തന്നെ നമുക്ക് പല അസുഖങ്ങളും വരികയും നമ്മുടെ ജീവിതത്തിന്റെ സന്തോഷങ്ങൾ നഷ്ടപ്പെടാനായിട്ട് കാരണമാവുകയും ചെയ്യുമെന്ന് നമ്മൾ മറന്നു പോകണ്ട. നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടത്, നല്ല ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റുകയുള്ളൂ. ആരോഗ്യമുള്ളൊരു ശരീരമില്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ജീവിതം ആസ്വദിക്കാൻ പോലും പറ്റില്ല. അതുകൊണ്ട് ഒരുപാട് ഭക്ഷണം കഴിക്കുക എന്നുള്ളതോ, അല്ലെങ്കിൽ നല്ല വില കൂടിയ ഭക്ഷണം അല്ലെങ്കിൽ രുചിയുള്ള ഭക്ഷണം കഴിക്കുക, അങ്ങനെയൊന്നുമല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മുടെ ആരോഗ്യം, കരുത്തുറ്റ ഒരു ശരീരം നമുക്കുണ്ടാവണം. നമുക്ക് അസുഖം വരാത്ത ഒരു ശരീരം, നമുക്ക് ശക്തിയുള്ള ഒരു ശരീരം, ഇതൊക്കെ ഉണ്ടാവണമെന്നൊരു ബോധം നമുക്ക് ആദ്യം ഉണ്ടാവണം. അതിനനുസരിച്ചിട്ട് നമ്മുടെ ഭക്ഷണ രീതികളിൽ മാറ്റങ്ങൾ നമ്മൾ കൊണ്ടുവരണം. കുട്ടികൾക്കൊക്കെ ഭക്ഷണം കൊടുക്കുമ്പോൾ ഈ നമ്മുടെ ബേക്കറി ഐറ്റംസും മറ്റുള്ള പലഹാരങ്ങളും, മധുരപലഹാരങ്ങളും, കളറും മറ്റും ചേർത്ത മിഠായികളും ഇതൊക്കെ വാരി വലിച്ചിട്ട് നമ്മൾ തിന്നാൻ കൊടുക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ അവരോട് ചെയ്യുന്ന വലിയ തെറ്റാണ്. അവരുടെ ആരോഗ്യത്തെ കുട്ടിക്കാലം മുതലേ ഇല്ലാതാക്കി കളയാണ്. നമ്മളെയൊക്കെ സംബന്ധിച്ച് കുട്ടിക്കാലത്തൊക്കെ നമുക്ക് അങ്ങനെയുള്ള മോശമായിട്ടുള്ള സംഭവങ്ങൾ നമ്മൾ തിന്നിട്ടില്ല. ഇങ്ങനെയുള്ള അനിയന്ത്രിതമായിട്ടുള്ള ബേക്കറി ഐറ്റംസ് നമ്മൾ കഴിച്ചിട്ടില്ല. പക്ഷെ ഇന്ന് കുട്ടികൾക്കത് കൂടുതലായിട്ട് ലഭ്യമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അത് കൂടുതലായി കഴിക്കാൻ സാധ്യതയുണ്ട്.
അത് നമ്മളാണ് കൺട്രോൾ ചെയ്യേണ്ടത്, പേരൻസ് ആണ് കൺട്രോൾ ചെയ്യേണ്ടത്, അല്ലെ? അവിടേക്കാണ് നമ്മുടെ ശീലങ്ങൾ കുറെ മാറേണ്ടതുണ്ട് എന്ന് പറയാൻ കാരണം. ഒരുപക്ഷെ കുട്ടികൾക്ക് വളരെ ഇഷ്ടമുള്ള കാര്യമായിരിക്കാം, അവര് ഭക്ഷണം കഴിക്കുന്ന കാണുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ വാങ്ങിച്ചു കൊടുത്തൊരു ബേക്കറി ഐറ്റംസ് തിന്ന് കാണുമ്പോൾ നമുക്ക് സന്തോഷമാണ്, കാരണം അവർ വളരെ ആസ്വദിച്ച് സന്തോഷത്തോട് കഴിക്കുന്നു. പക്ഷെ നാളെ അതിന്റെ പേരിൽ അവർക്കുണ്ടാകുന്ന ശാരീരികമായ ബുദ്ധിമുട്ടുകളെ കുറിച്ച് നമ്മൾ ബോധവാന്മാരല്ല, നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ചിന്തിക്കാനുള്ള ഒരു കഴിവ് ഇപ്പോഴും നമുക്ക് ഓരോരുത്തർക്കും ബാക്കിയുണ്ട് എന്ന സ്വയം ബോധമുണ്ടെങ്കിൽ നല്ല ആഹാരശീലത്തിലേക്ക് നമ്മൾ മടങ്ങിപ്പോയേ പറ്റൂ. അവനവന്റെ ആരോഗ്യം എന്ന് പറയുന്നത് ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെടുമ്പോൾ അത് നമ്മുടെ മാത്രം നഷ്ടമല്ല, നമ്മളെ ആശ്രയിച്ച് കഴിയുന്ന ഒരു കുടുംബത്തിന്റെ, നമ്മുടെ മക്കളുടെ, നമ്മുടെ പ്രിയപ്പെട്ടവരുടെ, നമ്മളിലൂടെ ജീവിതം കടന്നു പോകുന്നവരുടെ കൂടി വലിയ നഷ്ടമായിട്ട് മാറും. അതുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെ ആരോഗ്യവും നമ്മൾ കാത്തു സൂക്ഷിക്കുക. നല്ല ആഹാരശീലം നമ്മൾ അവലംബിക്കുക. വാരി വലിച്ച് തിന്നുന്നതിന് പകരം ആവശ്യത്തിന് ഫുഡ് കഴിക്കുക. കഴിക്കുന്ന ഫുഡുകളൊക്കെ നമ്മുടെ ആരോഗ്യത്തെ നല്ല രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. കൃത്യസമയത്ത് നമ്മൾ ഭക്ഷണം കഴിക്കുക. അങ്ങനെ മികച്ച ഒരാരോഗ്യ ശീലം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരിക. അത് നമുക്കും നമ്മുടെ അടുത്ത തലമുറയ്ക്കും ഒരുപാട് കരുത്ത് പകരട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. ഇനിയും വൈകിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ അത് നികത്താൻ ഒരായുസ് നമുക്ക് മതിയാകാതെ വരും. അത് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി നന്ദി.